ഇതാണ് മസ്ജിദ് അരീഷ്. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധ സമയത്ത് പ്രാർത്ഥിച്ചിരുന്ന ടെൻ്റ് ഉണ്ടായിരുന്നത് ഇവിടെയാണ്. കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥന. നാളെ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, നിന്നെ ആരാധിക്കാൻ ഈ ഭൂമുഖത്ത് മറ്റാരും ഉണ്ടാവില്ലല്ലോ. ഈ യുദ്ധത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടാൽ അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ കരഞ്ഞ് പ്രാർത്ഥിച്ച സ്ഥലമാണിത്. അവിടുത്തെ ടെൻ്റ് ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇന്ന് ഈ മസ്ജിദ് നിലകൊള്ളുന്നത്. യുദ്ധം അരങ്ങേറിയത് പിറകുവശത്താണ്. ആ കാണുന്ന സ്ഥലത്താണ് യുദ്ധം കൊടുമ്പിരിക്കൊണ്ടത്. 313 പേർ 1000 ചില്ലാനത്തോട് ഏറ്റുമുട്ടിയ സ്ഥലമാണിത്. സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ട സ്ഥലമാണിത്. ഹിജറയുടെ 2-ാം വർഷം നടന്ന പോരാട്ടത്തിൽ 1000 ചില്ലാനത്തെ 313 പേർ എതിർത്ത് തോൽപ്പിച്ചു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ 313 പേർ 1000 ചില്ലാനം വരുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്തിയ സ്ഥലം. ശത്രുപക്ഷത്തു നിന്നും 70 പേരെ കൊലപ്പെടുത്തി ഇസ്ലാമിക പക്ഷം. ഇസ്ലാമിക പക്ഷത്തു നിന്നും 14 പേർ രക്തസാക്ഷികളായി. ശത്രുപക്ഷത്തു നിന്നും 70 പേർ കൊലപ്പെടുത്തി 70 പേരെ വലിയൊരു കുഴിച്ചതിലാണ് ഇട്ടുമൂടിയത്. അല്പം അകലെയായിട്ടാണത് അവരുടെ കുഴിയുള്ളത്. ഇത് യുദ്ധമരങ്ങേറിയ സ്ഥലം. ഇത് മസ്ജിദ് അരീഷ്. ഇവിടെയാണ് പ്രവാചക തിരുമേനിയുടെ ടെൻ്റ് ഉണ്ടായിരുന്നത്.